പടക്കലുമായ മാവേലി ബന്ധു നിറവ് പന്തലിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും ചോദ്യം ചോദിക്കുന്ന മുമ്പാകെ നിറമിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു? നിറഞ്ഞു 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 മെസ്സേജുകൾ പാതാളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമോർത്ത് മുല്ലപ്പെരിയാർ തടാകം പൊട്ടി എന്നുള്ള ഡാം പൊട്ടി എന്നുള്ള രീതിയിലാണ് മെസ്സേജ് കിട്ടിയത്. അപ്പോഴാണ് പിന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നും നിറഞ്ഞു നിറഞ്ഞു എന്ന് പറഞ്ഞ് തമിഴ് ചൊറയുള്ള ഒരു സംസാരം കേട്ടത്. അവർ പല തമിഴ് പുലികളുമായിരിക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ മനസ്സിലായത് KGHM സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശിവരാമകൃഷ്ണൻ ഡോക്ടറെയാണ്. ധൈര്യമായിട്ട് ഇങ്ങൊന്നും തോന്നുന്നു. പാതാളത്തിലൊക്കെ അഷ്ടിക്ക് വകയില്ല. ഇപ്പോൾ ഈ നമ്മളുടെ ഒരു 2 മീറ്റർ വയർ നിറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ ഒന്നുമല്ല, ഭക്ഷണവും വയറ് നിറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ സീസണെല്ലാം ഇട്ട് മുന്നോട്ട് പോകുന്നത്. ഹോമിയോപ്പതിയെ പറ്റി പറയുമായിട്ട് കുറച്ച് നാളായി. ഞാനപ്പോൾ പോരുന്ന വഴി കോട്ടയം ജില്ലയാകുമ്പോൾ ഒരുപാട് ഹോമിയോ ഡോക്ടർമാരുണ്ടാവും എന്ന് വിചാരിച്ച് ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടു. അദ്ദേഹം എന്നെ വിശദമായിട്ട് പരിശോധിച്ചു. അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനൊക്കെ ചുമ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവരൊക്കെ മരിച്ചുപോയി, അച്ഛനും അപ്പൂപ്പനും ഒക്കെ മരിച്ചുപോയി, അവർക്ക് ചുമ വേണ്ട, എനിക്ക് മതി എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പിന്നെ ചോദിച്ചു, താങ്കൾക്ക് മധുരം, ഉപ്പ്, കയ്പ്, ചവർപ്പ് ഇതിലേതാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മധുരമാണ്. അങ്ങേക്ക് എന്താണ് പിന്നെ തണുപ്പാണോ ചൂടാണോ കഴിക്കാൻ ഇഷ്ടമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തണുപ്പാണ്. ഒരു നല്ലൊരു തണുത്ത ഫ്രൂട്ട് ജ്യൂസ് പ്രതീക്ഷിച്ച് എനിക്ക് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പൊടി തന്നിട്ട് വണ്ണമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു വണ്ണം പാരമ്പര്യമായിട്ട് ഞങ്ങൾക്കുള്ളതാണ്, അത് അങ്ങേക്ക് എന്താണ് ഇതുകൊണ്ട് ചേർന്നുവെന്ന് ചോദിച്ചു. അല്ല തിരുമേനി, ഇത് മരുന്നാണ്, വണ്ണം പൊട്ടൻ. ഞാനിങ്ങോട്ട് പോകുന്നു. അപ്പം ചുമയായിട്ടിരിക്കുകയാണ് എനിക്ക്. കോട്ടയം ജില്ലയെ പറ്റി ലെറ്റേഴ്സ് 3 എല്ലിന്റെ പ്രശ്നമാണെന്ന് നോട്ടീസിൽ തന്നെ ഉണ്ടല്ലോ. ലെറ്റേഴ്സ്, ലിറ്ററസി, ലാറ്റക്സ്. അതുകൂടാതെ പിന്നെയും ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. വീണ്ടും ഒരു എല്ലുകൂടിയുണ്ട്. അത് ഞാൻ നോക്കിയപ്പോൾ ലിക്കേഴ്സ് എന്ന് കണ്ടു. അതുകൂടി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ കണ്ണിന്റെ ഇതുകൊണ്ടാണോ എന്നറിയില്ല, ലിക്കേഴ്സ്. അതുകൊണ്ടാണല്ലോ കോട്ടയത്തിന് മധ്യ കേരളം എന്ന് പറഞ്ഞത്. ഹോമിയോപ്പതി ഡോക്ടർമാര് ഭർത്താക്കന്മാരെ ആയിരുന്ന ഒരു രോഗിയെ കിട്ടിയാൽ ആ രോഗിയെ കൊണ്ടിരിക്കും. ചതിൽ വന്ന് കൂടിയാൽ പോലും അറിയയില്ല. മക്കളും വേണ്ട, ഭാര്യയും വേണ്ട. ഹോമിയോപ്പതി ഡോക്ടർമാരാണ് ഭാര്യമാരെങ്കിൽ സിംഗിൾ മെഡിസിൻസ് മിനിമം ഡോസ് എന്ന് പറയുന്ന കറിയും അതുപോലെയാണ്. കുറച്ച് കറിയും മിനിമമായിട്ട് വളരെ അച്ചാറും സാമ്പാർ വരുമ്പോൾ ഒറ്റ കറിയേ ഉണ്ടാകുമല്ലോ. പിറ്റേ ദിവസം അത് മുട്ടൻ്റെ എന്ന് പറഞ്ഞ് കലക്കി വെള്ളത്തിയായിട്ട് വലിയ ഹോമിയോ ഡോക്ടർമാരുടെ സമ്മാനമായിട്ട് ഇന്ന് നൽകുന്ന ഒരു മോഹൻലാൽ ഫാനായ ഒരു ഹോമിയോ ഡോക്ടറുടെ ആത്മകഥയാണ്. അത് വായിച്ചാട്ടെ. ഹോമിയോ ഡോക്ടറുടെ ആത്മകഥ. ഹോമിയോപ്പതി പഠിക്കണമെന്ന മോഹവുമായി കടന്നു ചെന്നത് ഒരു പഴയ സുഹൃത്തിന്റെ ഉസ്താദ് ജെയിംസ് ടേലർ കേസ്. ആവശ്യം അറിയിച്ചപ്പോൾ അപോരസം പറയാൻ പറഞ്ഞു. ക്ലാസ്സിൽ കയറാതെ ഊരിലെന്ന് നടന്നവന്റെ ഓട്ട കിശയിൽ എന്ത് അപോരസം. ഓർമ്മനോടിന്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്ന ഐസക് സാറിനെ മറിച്ച് ധ്യാനിച്ച് സിവിലിയൻ രാഗത്തിൽ ഒരു കീറി കിട്ടി. The physician's high and only mission is to excuse the patient, make money as it is. പിന്നീട് ഗുരുവിന്റെ ഖബറിൽ ഒരു പിടി സൈനിക വാരിക്കൊണ്ട് യാത്ര. യുദ്ധം മുതലുള്ള യാത്ര പരശുരാമ ബിസിനസ്. ജോർജ് ഗ്ലോക്കസ്, രാജൻ ശങ്കരൻ, പ്രഫുൽ വിജയക്കർ സെമിനാറുകളുടെ സവാരി രീതി. പിന്നെ മയാസ, അത് പഠിക്കണം എന്ന് വിചാരിച്ച് ഇതുവരെ നടന്നില്ല. മയാസ് നാട്ടി പ്രസ്ക്രിപ്ഷൻ കൊടുത്തപ്പോൾ നാട്ടുകാർ അടിച്ചിട്ട പല്ല് പോലീസ് ബുക്ക് ഇത്രയും ആകെ അറിയാവുന്നത് 3-4 മതത്തിൻ്റെ മരുന്നുകൾ ചേർത്ത് നാടൻ അടിയാണ്. അതാകുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പിന്നെ ഇതൊരു സെമിനാർ കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തത് കൊണ്ട് ഗപ്പ് ഒന്നും കിട്ടിയില്ല. ശംഭു മഹാദേവ സവാരി ഗിരി.
ഈ കഥയ്ക്ക് ഇവിടെ ഇരിക്കുന്ന ആരുമായി ബന്ധമില്ല. അഥവാ സാമ്യത തോന്നിയാൽ അത് കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് മനസ്സിലായത്. മാവേലി തമ്പ്രാനുള്ള അവസാന ചോദ്യം, താങ്കൾ ഇന്ന് തന്നെ പാതാളത്തേക്ക് മടങ്ങുമോ അല്ലെങ്കിൽ ഇനിയും താമസിക്കുമോ? കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒപ്പം ദേശം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ലക്കി ഡിപ്പ് എടുക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മടങ്ങണമെന്നുണ്ട്. പിന്നെ എല്ലാവർക്കുമായിട്ടുള്ള സന്ദേശം കൂടി എനിക്ക് തരാനുണ്ട്. നാണം, വിഷാദം, വട്ടച്ചൊടി, രോഗം എന്തുവാകട്ടെ, ചികിത്സ ഹോമിയോപ്പതി തന്നെ. നമ്മൾ എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഇട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? മാക്സിമം ഇട്ടെന്ന്. ഇനി ആരെങ്കിലും ഇടാനുണ്ടെങ്കിൽ വേണ്ട, പേരെഴുതിയിട്ടിടണം. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പണ്ടൊക്കെ ലോട്ടറി എന്ന് പറയുന്നത് മാസത്തിലൊരിക്കലായിരുന്നു, പിന്നെ 2 ആഴ്ചയിലൊരിക്കലായിരുന്നു, പിന്നെ ആഴ്ചയിലൊരിക്കലായി. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ലക്കിടിപ്പ് ഓരോ മണിക്കൂർ ഇടവിട്ടായിരിക്കും നമ്മുടെ. Let's see who gets lucky with Maveli. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ മാവേലി തന്നെ എടുക്കുന്നതായിരിക്കും. അപ്പം ലക്ഷീഫ് എടുക്കുന്നതിന് മാവേലി എടുത്തോ? My God, Dr. J. Bowen. ഇത് സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുകയാണ്. നല്ലൊരു മാതൃക കാണിക്കുന്ന മുമ്പിലാണ്. നല്ലൊരു മാതൃക കാണിക്കും.